പോകണം എന്താന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം ഇപ്പൊ 1-2 കൊല്ലമായിട്ട് ഹെയർ എക്സ്റ്റൻഷൻസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ള സംഭവമാണ്. എല്ലാവരും ചെയ്യുന്ന കാര്യമാണ്. പെർമനന്റ് ആയാലും ടെമ്പററി ആയാലും പല ടൈപ്പ് ഓഫ് ഹെയർ എക്സ്റ്റൻഷൻസ് ചെയ്യുന്ന ടൈമാണ് ഇപ്പം. അതായത് ഇന്ന് നമ്മൾ കാണിച്ചു തരാൻ എൻ്റെ കയ്യിലുള്ള ടൈപ്പ് ഓഫ് അല്ലെങ്കിൽ ഒരു കൂട്ടം ഹെയർ എക്സ്റ്റൻഷൻസിന്റെ കളക്ഷൻസ് അല്ലെന്നുണ്ടെങ്കിൽ എന്താ പറയാ കുറച്ച് ടൈപ്പ് ഓഫ് ഹെയർ എക്സ്റ്റൻഷൻസ് ഇന്ന് ഷെയർ ചെയ്ത് തരാൻ വേണ്ടിയിട്ട് പോവാണ്. സോ ഗൈസ് ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദ വീഡിയോ. നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്ന ഹെയർ എക്സ്റ്റൻഷൻസ് എല്ലാം ഹെയർ ഒറിജിനൽസ് എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെയാണ്. അതിന്റെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ബ്രാൻഡ് ഹെയർ എക്സ്റ്റൻഷൻ ബ്രാൻഡ് ടു ബി ഫീച്ചേർഡ് ആൻഡ് ഫണ്ടഡ് ബൈ ഷാർക്ക് ടാങ്ക് ഇന്ത്യ. ആൻഡ് ഓൾസോ ഇവർക്ക് 100% ഹ്യൂമൻ ഹെയർ ആണ്. ഞാനിപ്പോൾ കാണിച്ചിരുന്ന എല്ലാം ഹ്യൂമൻ ഹെയർ 100% ഹ്യൂമൻ ഹെയർ എക്സ്റ്റൻഷൻസ് ആണ് ഇവർക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അത് മാത്രമല്ല ഇവർക്ക് ഫ്രീ ആയിട്ടുള്ള വീഡിയോ കൺസൾട്ടേഷനും അവൈലബിൾ ആണ്. അപ്പൊ നമ്മുടെ ഹെയർ എക്സ്റ്റൻഷൻസിൽ ഫസ്റ്റ് ഹെയർ എക്സ്റ്റൻഷൻ ഞാൻ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോണത് ഈ ഒരു സ്കാൽപ്പ് ടോപ്പർ ഹെയർ എക്സ്റ്റൻഷൻ ആണ്. അതായത് നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ വിസിബിൾ ആയിട്ട് നിങ്ങൾക്കിപ്പോൾ നല്ല ഹെയർ തിന്നിങ് ഒക്കെ വന്ന് നിങ്ങളുടെ സ്കാൽപ്പ് ലൈൻ വിസിബിൾ ആയിട്ട് അറിയാണ്. നിങ്ങൾ ഈ റൂട്ട് ടച്ചപ്പ് സ്പ്രേസ് അത് കണക്കത്തെ ടൈപ്പ് ഓഫ് സാധനങ്ങളാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് പകരം നിങ്ങൾക്ക് സ്ഥിരം യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള എന്നാൽ നല്ല 100% നാച്ചുറൽ ലുക്ക് തരുന്ന, ബിക്കോസ് ഇത് 100% നാച്ചുറൽ ഹ്യൂമൻ ഹെയർ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. സോ അത്രയും നല്ല നാച്ചുറൽ ലുക്ക് തരുന്ന ഈ ഒരു സ്കാൽപ്പ് ടോപ്പേഴ്സ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഭയങ്കര ഈസി ആയിട്ട് യൂസ് ആണ്. നമുക്ക് ടൈം കൺസ്യൂമിങ് അല്ല. നിങ്ങൾക്ക് എന്താ പറയാ പെട്ടെന്ന് ഒട്ടും തന്നെ ടൈം എടുക്കാൻ നിങ്ങൾക്ക് നന്നായിട്ട് സ്റ്റൈൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. നല്ലൊരു ഫുള്ളർ ലുക്ക് തരും. നിങ്ങൾക്ക് വോളിയം ഇല്ല അങ്ങനെ എങ്ങനെയൊക്കെ പരാതി ഉണ്ടെന്നല്ലേ നിങ്ങൾക്ക് മസ്റ്റായിട്ടും ഈ ഒരു സ്കാൽപ്പ് ടോപ്പർ ഹെയർ എക്സ്റ്റൻഷൻസ് നിങ്ങൾക്ക് മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കാം. അറിയത്തേ ഇല്ല നമ്മളൊരു ഹെയർ എക്സ്റ്റൻഷൻ വച്ചേക്കുന്ന കാര്യം ആരും കണ്ടുപിടിക്കാൻ പോണില്ല ഗൈസ്. അത്രയ്ക്ക് നാച്ചുറൽ ആണ്. ആൻഡ് ഓൾസോ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഹെയർ എക്സ്റ്റൻഷൻ ആണ്. ഇപ്പം വീട്ടിൽ ആർക്കെങ്കിലും നല്ല ഹെയർ തിന്നിങ്ങോ അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മസ്റ്റായിട്ടും അവിടെ എല്ലാവർക്കും സജസ്റ്റ് ചെയ്ത് കൊടുക്കാം. കാരണം നമ്മുടെ ഇവിടെയൊക്കെ ഹെയർ തിന്നിങ് ഒക്കെ വന്ന് ഇവിടെയൊക്കെ സ്കാൽപ്പ് നല്ലപോലെ കാണുമ്പോൾ നമ്മളെല്ലാവരും പല ടൈപ്പ് ഓഫ് സ്പ്രേസ് ആണ് യൂസ് ചെയ്യുന്നത്. അങ്ങനെ യൂസ് ചെയ്യേണ്ട. അതിനേക്കാളും ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ആണ് ഈ ഒരു സ്കാൽപ്പ് ടോപ്പർ ഹെയർ എക്സ്റ്റൻഷൻസ് എന്ന് പറയുന്നത്. അടുത്ത ഒരു ഹെയർ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് നിങ്ങൾ എന്തായാലും നിങ്ങൾ ഭാവിയിൽ ഒരു തവണയും ട്രൈ ചെയ്ത് നോക്കാനുള്ള ഒരു ഹെയർ എക്സ്റ്റൻഷൻ ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം നമുക്ക് മെസ്സി ബൺ കെട്ടാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇഷ്ടമാണ്. എനിക്കിഷ്ടമാണ്. പക്ഷെ നമ്മൾ കെട്ടുമ്പോഴത്തേക്ക് നമ്മൾ ആ കെട്ടി വയ്ക്കാൻ പറ്റി ആ ഒരു നമ്മൾ ഈ ആക്ട്രസിൻ്റെ ഒക്കെ ഉണ്ട് അവരെ പോലെ ഒരു ഫുള്ളർ വോളിയമോ അങ്ങനെ ഒന്നും കാണൂല. അപ്പൊ അങ്ങനെ ഒന്നും ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു മെസ്സി ബൺ ടൈപ്പോ ഹെയർ എക്സ്റ്റൻഷൻസ് യൂസ് ചെയ്യാം. അതിന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര അടിപൊളി ട്രാവൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ്. ഒന്നുമില്ല, ജസ്റ്റ് ഒരു ബണ്ണല്ലേ നമ്മൾ വെയിനകത്തോട് കൊണ്ടുപോവാ, അത്രേ ഉള്ളൂ. പിന്നെ നോക്കുകയാണെന്നുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ടൈം കൺസ്യൂമിങ് അല്ല. അതായത് ഇപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് വാരി പിടിച്ച് കെട്ടുക. മെസ്സി ബൺ ഓക്കെ നമ്മളിവിടെ പറഞ്ഞാൽ അമ്മച്ച് കെട്ടുക അങ്ങനെ ആണെങ്കിലും പറയാം. ജസ്റ്റ് ഒന്ന് വാരി പിടിച്ച് കെട്ടുക. എന്നിട്ട് ഈ ബണ്ണൊന്ന് ജസ്റ്റ് ഒന്ന് ചുറ്റിക്കുക. ഭയങ്കര സിമ്പിൾ ആണ് ആൻഡ് ഓൾസോ നൈസ് ആണ്. ആൻഡ് ഇതും 100% ഹ്യൂമൻ ഹെയർ ആണ്. പിന്നെ ഇതിൽ തന്നെ പല പല ടൈപ്പ് ഓഫ് കളേഴ്സ് വരുന്നുണ്ട്. സോ നിങ്ങൾക്ക് ഇപ്പൊ നിങ്ങൾ എന്തെങ്കിലും കളറിംഗ് ഒക്കെ ഹെയറിൽ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഹൈലൈറ്റ്സ് ഒക്കെ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പല ടൈപ്പ് ഓഫ് കളേർഡ് ആയിട്ടുള്ള ഹെയർ എക്സ്റ്റൻഷൻസ് വാങ്ങാം നിങ്ങളുടെ ഹെയറിനനുസരിച്ച്. സോ വീഡിയോ കൺസൾട്ടേഷൻ ചെയ്താൽ മതി. അതിനനുസരിച്ച് നിങ്ങൾ അവർ പ്രോഡക്റ്റ് സജസ്റ്റ് ചെയ്ത് തരും. അപ്പം നിങ്ങൾക്ക് ആ ഒരു ഹെയർ എക്സ്റ്റൻഷൻസ് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് പറ്റും. സത്യം പറഞ്ഞു ഇത് ഭയങ്കര ഇൻസ്റ്റന്റ് സ്റ്റൈലിംഗ് ഒരു സെറ്റപ്പ് ആണ്. കാരണം പെട്ടെന്ന് നമുക്ക് സ്റ്റൈൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ആൻഡ് നിങ്ങൾക്ക് ഓളിയോ ഇല്ല, അധികം സ്റ്റൈലൊന്നുമില്ല, മുടി കാണാനാണെങ്കിൽ നിങ്ങൾക്ക് സ്റ്റൈല് കൂട്ടാനും ഹെയറിന് ഇച്ചിരി ഓളിയം തോന്നിക്കാനൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾക്ക് മസ്റ്റ് ആയിട്ടും ഈ ഒരു ടൈപ്പ് ഓഫ് എന്താ പറയുക മെസ്സി ബൺ ഹെയർ എക്സ്റ്റൻഷൻസ് ട്രൈ ചെയ്ത് നോക്കാം. കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ടൈപ്പ് ഓഫ് ക്ലിപ്പ് എക്സ്റ്റൻഷൻ ആണ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോണത്. ഇപ്പൊ നിങ്ങളെ വീട്ടിൽ ഹെയർ കളർ ചെയ്യാൻ സമ്മതിക്കില്ല, നിങ്ങൾക്ക് ഹെയർ ബ്ലീച്ച് ഒന്നും ചെയ്തിട്ട് ഹെയർ ഡാമേജ് ചെയ്യേണ്ട ഒരു ജെന്നിസ ടൈപ്പ് ഓഫ് ഹെയർ ടൈപ്പ് നിങ്ങൾക്ക് ആ ഒരു ലൈക്ക് ആ ഒരു പാഷൻ സെറ്റ്സിലൊക്കെ നിങ്ങൾക്ക് നടക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മസ്റ്റായിട്ടും ഈ ഒരു ടൈപ്പ് ഓഫ് ഹെയർ എക്സ്റ്റൻഷൻസ് ട്രൈ ചെയ്ത് നോക്കാം. ആൻഡ് ഇത് 100% ഒറിജിനൽ ഹെയർ തന്നെ വരുന്ന ഹെയർ എക്സ്റ്റൻഷൻസ് ആണ്. ഇത് പല ടൈപ്പില് പല കളേഴ്സില് പല ലെങ്തിലും അവൈലബിൾ ആണ്. സോ ഇതെന്ന് പറയുന്നത് നിങ്ങളുടെ ഹെയർ ഡാമേജ് ആവത്തില്ല. നിങ്ങൾക്ക് വേറെ ഹെയർ കളർ ചെയ്യണ്ട ഒന്നും ചെയ്യണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹെയറിന് ജസ്റ്റ് ഒരു ഓളിയം കൊടുക്കണം, നിങ്ങളെ കളേർഡ് ആയിട്ടുള്ള ഹെയറിന് ഒരു ഓളിയം കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഈ ടൈപ്പ് ഓഫ് ഹെയർ എക്സ്റ്റൻഷൻസ് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് റെഡ് ഉണ്ട് ആൻഡ് വയലറ്റ് ഉണ്ട് ആൻഡ് പിങ്ക് ഉണ്ട്, പല ടൈപ്പ് ഓഫ് കളേഴ്സിൽ അവൈലബിൾ ആണ്.
സോ എൻ്റെ ഇപ്പൊ ഈ 3 കളേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത്. നിങ്ങൾക്ക് ഇപ്പം ജസ്റ്റ് ഒരു എന്താ പറയുക, നമ്മളിപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു ഈ ടൈപ്പ് ഓഫ് ലൈക്ക് പോവുമല്ലോ, എന്തെങ്കിലും ഒരു ഫംഗ്ഷനോ എന്തെങ്കിലുമൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് നിങ്ങളുടെ ഹെയറിന് നല്ലൊരു കളർ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മസ്റ്റായിട്ട് ഇത് യൂസ് ചെയ്യാം. പിന്നെ നോക്കുകയാണെങ്കിൽ ബ്ലീച്ച് കൊണ്ടുണ്ടാവുന്ന ഡാമേജ് ഒന്നും തന്നെ നമ്മളെ ഹെയറിന് വരത്തില്ല. ആൻഡ് ഓൾസോ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഹെയർ എക്സ്റ്റൻഷൻസ് ആണ്. സോ ഇത് ഭയങ്കര അടിപൊളിയായിട്ട് എനിക്കിത് ഇഷ്ടപ്പെട്ട്. കാരണം എന്താ അറിയൂ, ഇത് വച്ചിട്ട് പിന്നിക്കാണാം ഭയങ്കര ഭംഗിയാണ്. അപ്പം ഞാൻ കുറച്ചുകൂടെ മുടി ഒന്ന് ലെങ്ത് ആയതിനു ശേഷം വച്ചിട്ട് പിന്നിട്ടാൻ ഒരു ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ഒരു ഇത് വരുന്ന നൈസാണ്. അപ്പം എനിക്കിത് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ട്. നിങ്ങൾക്ക് പല കളേഴ്സിൽ അവൈലബിൾ ഉണ്ട്, കോപ്പർ, ബ്രൗൺ, അങ്ങനെ പല കളേഴ്സിൽ അവൈലബിൾ ആണ്. സോ നിങ്ങൾക്ക് അങ്ങനെയുള്ള കളേഴ്സിലോ ടൈപ്പ് ഹെയർ എക്സ്റ്റൻഷൻസ് വേണമെന്നുണ്ടെങ്കിൽ ഇത് മസ്റ്റ് ആൻഡ് ട്രൈ ചെയ്യുക. പിന്നെ പറയാനുള്ള കാര്യം വെച്ചാൽ ഇപ്പം നിങ്ങൾക്ക് ഇതൊക്കെ വാങ്ങുമ്പോൾ നിങ്ങൾക്ക് ഒരു ഡൗട്ട് കാണും, അയ്യോ ഞാൻ എന്താ ചെയ്യുക, ഞാൻ എങ്ങനെ വാങ്ങും എന്നൊക്കെ ഒരു ഡൗട്ട് കാണും. അതായത് എൻ്റെ ഹെയറിന് ചേരും, ഇത് വരുമ്പോഴത്തേക്ക് വേറെ കളർ, അങ്ങനെ പല ഡൗട്ട്സും കാണും. സോ നിങ്ങൾക്ക് ഫ്രീ ആയിട്ടുള്ള വീഡിയോ കൺസൾട്ടേഷൻ ഉണ്ട്. അതിൽ നിങ്ങളെ ഹെയറൊക്കെ കാണിച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ടൈപ്പ് ഓഫ് പ്രോഡക്റ്റ് സെലക്ട് ചെയ്യാം. പ്രോഡക്റ്റ് സെലക്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഡെലിവറി ചെയ്യുന്നതാണ്. അത് കഴിഞ്ഞ് ലാസ്റ്റ് വരുന്ന ഹെയർ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് നമ്മളെല്ലാവരും ലൈഫിൽ ഒരു തവണയിലും ചെയ്ത് പാളി ഒരു പരിപാടിയായിരിക്കും. നമ്മൾ ഈ ഫ്രണ്ടിൽ ബാങ്ക്സ് വെട്ടിയിടുക, മറ്റേ ലക്ഷ്മി കുട്ടിയെ കണക്ക് വെട്ടിയിടുക. ഞാൻ അതൊക്കെ ട്രൈ ചെയ്തു, കോളേജിലെ ട്രൈ ചെയ്ത് നോക്ക്. ഇവിടെയൊക്കെ എനിക്ക് കുറ്റി രോമങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ അവസാനം ഞാൻ എൻ്റെ ഇങ്ങനെയൊക്കെ ഇത് മുടി കെട്ടിക്കൊണ്ട് പോയിക്കൊണ്ടിരുന്നത്. കാരണം പൊന്നുമടത്തിൽ ലക്ഷ്മി കുട്ടി ആവാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്തിട്ട് അത് പക്ഷെ വേറെ എന്തൊക്കെയാണ് ആയത്. സോ ഗൈസ്, അങ്ങനെ സ്വന്തം മുടിയിൽ വെട്ടി പരീക്ഷിക്കാൻ താല്പര്യമില്ലാത്തവർക്ക് ഇത് കണക്ക് നമ്മുടെ ഫേസിന് ഒരു ലുക്ക് ഫ്രെയിം ഒക്കെ തരുന്ന ഈ ഒരു ടൈപ്പ് ഓഫ് ഹെയർ എക്സ്റ്റൻഷൻസ് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. ആൻഡ് ഇതിനെ ഫ്രണ്ട് ലൈൻ ഹെയർ എക്സ്റ്റൻഷൻസ് എന്നും ഫ്രെയിം മൈ ഫേസ് ഹെയർ എക്സ്റ്റൻഷൻസ് എന്നും പറയുന്നു. ആൻഡ് ഇത് ഞാൻ ഒരു 4 ടൈപ്സ് ഹെയർ എക്സ്റ്റൻഷൻസ് ആണ് ഉള്ളത്. ആൻഡ് ഇത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇത് നമ്മുടെ ആ ഒരു കൊറിയൻ ടൈപ്പ് ഓഫ് ബാങ്ക്സ് ടൈപ്പ് ഓഫ് ഹെയർ എക്സ്റ്റൻഷൻ ആണ്. സോ ഇത് നമ്മുടെ ഫേസ് ഫ്രെയിം ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. ഇപ്പം നിങ്ങൾക്കിപ്പം ജസ്റ്റ് ബാങ്ക്സ് ഒക്കെ വെട്ടിയിടണം, പക്ഷെ നിങ്ങളുടെ ആ ഒരു ഹെയറിൽ നിങ്ങൾക്ക് വെട്ടാൻ താല്പര്യമില്ല, വീട്ടിൽ വെട്ടാനൊന്നും സമ്മതിക്കൂലെങ്കിൽ ഗൈസ് ഇതേ കണക്കെ വാങ്ങിച്ചോ, അറിയത്തേയില്ല. ഞാൻ ഇപ്പോഴും പറയുന്നു, അറിയത്തേയില്ല. കാരണം ഇതെല്ലാം 100% ഹ്യൂമൻ ഹെയർ ഉണ്ടാക്കിയുള്ളത് കൊണ്ട് തന്നെ ഇത് അറിയാനേ പോകുന്നില്ല. നല്ല നൈസായിരിക്കും, നല്ല ലുക്കും ആയിരിക്കും കാണാൻ വേണ്ടിയിട്ട്. സോ നിങ്ങളുടെ ഫേസ് ഒന്ന് ഫ്രെയിം ചെയ്യണമെന്നുണ്ടെങ്കിൽ യു മസ്റ്റ് ട്രൈ ദിസ്. ആൻഡ് ഇത് ഒരു ടൈപ്പ്. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വരുന്നത് ഈ കുറച്ച് ലെങ്ത് ഉള്ള ടൈപ്പുകൾ വരുന്നുണ്ട്. അതായത് നമ്മുടെ ഫേസിന്റെ ലുക്ക് കുറച്ചൊന്ന് ഫ്രെയിം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ടൈപ്പ് ഓഫ് ഹെയർ എക്സ്റ്റൻഷൻസ് അവൈലബിൾ ആയിട്ടുള്ളതാ. ഈ ഒരു ടൈപ്പ് ഓഫ് ഹെയർ എക്സ്റ്റൻഷൻസ് ഒക്കെ വരുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ ഫേസ് ഒന്ന് ഫ്രെയിം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ സീരിയസ്ലി മസ്റ്റ് ട്രൈ. നെക്സ്റ്റ് ഭയങ്കര യൂസ്ഫുൾ ആണ്. ഇപ്പൊ ഈ കാണിച്ചതിനേക്കാളും എനിക്ക് കുറച്ചുകൂടെ യൂസ്ഫുൾ ആയിട്ട് തോന്നിയ ഒരു ഹെയർ എക്സ്റ്റൻഷൻ ആണ് കാണിച്ചു തരാൻ വേണ്ടി പോണത്. ഇപ്പൊ നിങ്ങൾക്ക് അലോപേഷ്യ അറിയാമല്ലോ, അലോപേഷ്യ ഉണ്ട് ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ക്യാൻസറോ അങ്ങനെയുള്ള അസുഖമൊക്കെ വന്നിട്ട് നമ്മൾ കീമോ ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാം നമുക്ക് ഹെയർ ലോസ് ഒക്കെ ഉണ്ടാകും. അതൊരു ബോറുള്ള അങ്ങനെ ഒന്നുമല്ല പറയുന്നത്. സോ അങ്ങനെ ഉള്ള ആൾക്കാർക്ക് ഇപ്പം അവർക്ക് കോൺഫിഡൻസ് കുറയും, എനിക്ക് മുടിയില്ല എന്നുള്ളൊരു കോൺഫിഡൻസ് കുറവാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വിഗ് ടൈപ്പ് ഹെയർ എക്സ്റ്റൻഷൻ വരുന്നത്. ആക്ച്വലി ഇതിനെ പറയുന്നത് കേളി ബോബ് വിഗ് അല്ലെന്നുണ്ടെങ്കിൽ പിക്സി വിഗ് എന്നൊക്കെയാണ് ഇതിനെ പറയുന്നത്. ഇതിനകത്ത് ഒരുപാട് ക്ലിപ്പുകളുണ്ട്. ഈ ക്ലിപ്പുകൾ നമ്മുടെ എന്താ പറയുക ഹെയർ ജസ്റ്റ് നമ്മുടെ ഒറിജിനൽ ഓൺ ഹെയറിനെ ഒന്നും ചെയ്യേണ്ട, ജസ്റ്റ് എവിടെയെങ്കിലും ഒന്ന് പിടിച്ച് വയ്ക്കുക. അല്ലെങ്കിൽ ഷോർട്ട് ഹെയർ ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ആലോചിക്കുകയേ വേണ്ട, ഒരു പ്രശ്നമില്ല. ജസ്റ്റ് ഒന്ന് എന്താ പറയുക ഇത് അതിൻ്റെ മുകളിൽ കൂടെ അങ്ങ് വെച്ചു കൊടുത്താൽ മതി. അടിപൊളിയാണ്. ഇപ്പോഴും ഞാൻ പറയുന്നു, ഒരു കാരണവശാലും ആരും നിങ്ങളുടെ ഹെയർ എക്സ്റ്റൻഷൻ ആണോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് പോകില്ല. കാരണം 100% ഹ്യൂമൻ ഹെയർ വരുന്ന നല്ലൊരു ഹെയർ എക്സ്റ്റൻഷൻ ആണ്. എനിക്ക് തന്നെ ഇത് വച്ചിട്ട് കൊള്ളാമല്ലോ. എന്നിട്ട് ഞാൻ വിചാരിച്ചു ഈ ലുക്ക് കൊള്ളായിരുന്നു, മുടി അങ്ങ് മുറിച്ചത്. പിന്നെ നമ്മളെ ചലഞ്ചിനെ കുറിച്ച് ആലോചിച്ചു, നോ എന്ന് ഞാൻ വിചാരിച്ചു. സോ ഈ ഒരു ഹെയർ എക്സ്റ്റൻഷൻ ഗൈസ് നിങ്ങൾക്ക് പറയാന്നുള്ള ആർക്കെങ്കിലും അലോപേഷ്യ വന്നതോ അല്ലെന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ അസുഖമൊക്കെ വന്നിട്ട് ഹെയർ ലോസ് ഒക്കെ വന്നിട്ടുള്ള ആൾക്കാർ, നല്ല ഡാമേജ് ഹെയർ ഒക്കെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് മസ്റ്റായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഹെയർ എക്സ്റ്റൻഷൻ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുകയോ സജസ്റ്റ് എങ്ങനെ വേണോ ചെയ്യാം. കാരണം ഇത് അവർക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. ഞാൻ ഈ കാണിച്ചിരുന്ന എല്ലാ ഹെയർ എക്സ്റ്റൻഷൻസും 100% ഹ്യൂമൻ ഹെയർ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ആൻഡ് ഓൾസോ അത് നോക്കുകയാണെങ്കിൽ നമുക്ക് ഭയങ്കര ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള പരിപാടിയേ അല്ല, ഈസി ടു യൂസ് ആണ്. നമുക്ക് ജസ്റ്റ്
ജസ്റ്റ് നമുക്ക് പെട്ടെന്നൊന്ന് സ്റ്റൈൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മസ്റ്റായിട്ടും ഈ ഒരു ടൈപ്പ് ഓഫ് ഹെയർ എക്സ്റ്റൻഷൻസ് വാങ്ങിച്ച് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പൊ നിങ്ങൾക്ക് ഇതൊക്കെ സെലക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അയ്യോ എന്റെ ഹെയർ കളറിന് ചേരുമോ, എന്റെ ഹെയർ ടെക്സ്ചറിന് ചേരുമോ, ഇതൊക്കെ എനിക്ക് ചേരുമോ എന്നൊക്കെ ഉള്ള ഡൗട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് വീഡിയോ കൺസൾട്ടേഷൻ അവൈലബിൾ ആണ്. ഈ ഒരു വീഡിയോ കൺസൾട്ടേഷൻ നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ടൈപ്പോ ഹെയർ ടൈപ്പിനും ഹെയർ ടെക്സ്ചറിനും അനുസരിച്ചുള്ള പ്രോഡക്റ്റ് അവർ സജസ്റ്റ് ചെയ്യും, നിങ്ങൾക്ക് വാങ്ങാം, യൂസ് ചെയ്യാം. സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും, 100% ഉറപ്പാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അത്രയ്ക്ക് നൈസ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ്. പിന്നെ നിങ്ങൾ ഗംഗ 10 എന്നുള്ള കൂപ്പൺ കോഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 5% ഓഫ് ഹെയർ ഒറിജിനൽസിന്റെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. പിന്നെ അവരുടെ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. സോ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. മസ്റ്റ് ആയിട്ടുള്ള നല്ല ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ്. സോ ഞാൻ ട്രൈ ചെയ്ത് എന്റെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നതാണ്. സോ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കുക. ബൈ ബൈ.